എല്ലാവരും പ്രത്യേകിച്ച് എന്തേലും ഒരു വഴി കിട്ടാൻ വേണ്ടിട്ട് ചെറിയൊരു ആയുസങ്ങ് വേണ്ടിട്ട് ദ്വാരക്കണം എല്ലാവരും. ഞങ്ങൾക്കിനി ഒന്നുമില്ലോ. എല്ലാവരും അത്തോട്ടടുത്ത് ദ്വാരക്കണം. അവർക്ക് വേണ്ടിട്ട് വേറെ ആരുമില്ല. ഞാനും ഞങ്ങളും ടൗണിൽ പോയി വരുമ്പോ സംഭവം. ഈ വേദനയുടെ വാക്കുകൾക്ക്, ഈ നൊമ്പരത്തിന്റെ വാക്കുകൾക്ക്, സ്വന്തം സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ യാചനയുടെ വാക്കുകൾക്ക് നിങ്ങൾക്ക് എന്തുണ്ട് മറുപടി? നിങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന രാഷ്ട്രീയം തെറ്റാണ്, അത് ശരിയല്ല എന്ന് ഈ നാടിന് മാത്രമല്ല ഈ ലോകത്തിന് തന്നെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്ക് തന്നെ നിങ്ങൾ ഈ കൊലപാതകത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. 2 സഹോദരിമാരാണ്, അവർ സ്ത്രീകളാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. ആ 2 പേരുടെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം സഹോദരനെ അതിക്രൂരമായി ചതിച്ചുകൊണ്ട് കൊടും ചതിയിലൂടെ വെട്ടിക്കൊല്ലുന്ന നിങ്ങളുടെ രാഷ്ട്രീയം ഈ ലോകത്തിന് തന്നെ അപകടമാണ് എന്ന് വിളിച്ചു പറയാൻ മറ്റൊരു തെളിവിൻ്റെയും ആവശ്യമില്ല. കാരണം നിങ്ങൾ മനുഷ്യപ്പറ്റില്ലാത്ത വർഗങ്ങളാണ് സംഘികളെ. നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് സലാഹുദ്ദീനെ കൊന്നുകളഞ്ഞത്? അത് നിങ്ങൾ പറഞ്ഞു തരണം. ശ്യാമപ്രസാദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സലാഹുദ്ദീന് റോളുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും വ്യക്തമായ തെളിവുകളോ വസ്തുതാപരമായ അന്വേഷണമോ സലാഹുദ്ദീനിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അങ്ങനെ കൃത്യമായ പഠനങ്ങളില്ലാതെ, കൃത്യമായ വർഗീയ ലക്ഷ്യത്തോടു കൂടി തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആരെയെങ്കിലും ഒന്ന് കൊന്നുകളയണം, അത് ഇങ്ങനെ ഒരു ആരോപണമുള്ളവനായി കഴിഞ്ഞാൽ നമുക്കതിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾ സലാഹുദ്ദീനെ കൊന്നുകളഞ്ഞിട്ടുള്ളത്. ഇതിവിടെ വെച്ച് അവസാനിക്കുമോ? ഇല്ല. ഉറങ്ങിക്കിടന്നിരുന്ന വർഗീയതയുടെ തീച്ചൂളയിൽ നിന്ന് സമാധാന അന്തരീക്ഷത്തിലേക്ക് കടന്നുപോയിരുന്ന കേരളത്തിലെ പല ഭാഗങ്ങളിലും ഇത് മറ്റു രീതിയിലുള്ള അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകില്ലേ? എന്തൊരു ക്രൂരമായ രീതിയിലാണ് ഈ കൊലപാതകങ്ങൾ അഴിച്ചുവിട്ടിട്ടുള്ളത്. സലാഹുദ്ദീന്റെ കുടുംബം, സലാഹുദ്ദീന് 2 മക്കളുണ്ട്. ആ 2 മക്കളുടെ ദൃശ്യങ്ങൾ സലാഹുദ്ദീന്റെ ഫേസ്ബുക്ക് തപ്പി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. ആ കുട്ടികളോടൊപ്പം നിൽക്കുന്ന സലാഹുദ്ദീന്റെ ഭാര്യയുണ്ട്. സലാഹുദ്ദീന്റെ കുടുംബം ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹോദരിമാർ ചിലപ്പോൾ ആ രംഗത്തിൽ നിന്ന് ഇതുവരെ തിരിച്ചു വന്നിട്ടുണ്ടാകില്ല. കേണപേക്ഷിച്ച് അവർ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞങ്ങളുടെ സഹോദരനെ കൊന്നുകളയരുത്, അങ്ങനെ നിങ്ങൾ കൊല്ലുകയാണ് എങ്കിൽ ഞങ്ങളെയും കൂടി കൊന്നുകളഞ്ഞോളൂ എന്ന് ആ 2 സഹോദരിമാർ നിങ്ങളുടെ കാല് പിടിച്ച് കെഞ്ചിയിട്ട് പറഞ്ഞില്ലേ? നിങ്ങളത് കേട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, അത് ഈ നാടിന് മാത്രമല്ല ലോകത്തിന് തന്നെ അപകടമാണ് എന്ന് വിളിച്ചു പറയാൻ ഒരു പേടിയുമില്ല. കാരണം രക്തബന്ധത്തിന് മുന്നിൽ രക്തം നിങ്ങൾ ഒഴുക്കിയവരാണ്. ആ രക്തം ഒഴുക്കിയവർക്ക് രക്തത്തിന്റെ മണത്തോട് എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളത് സലാഹുദ്ദീന്റെ അതിദാരുണമായ ഈ കൊലപാതകത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. 3ഓളം വരുന്ന RSS പ്രവർത്തകരെ ഈ കേസിൽ നിലവിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് ഉടനെത്തിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.